What's up, I'm Salih here. Welcome back to my channel Unboxing Dude guys. So Unboxing Dude ന്റെ സബ്സ്ക്രൈബർ കൗണ്ട് എത്രയാണ്? 3.24 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അൺബോക്സിംഗ് ഡ്യൂഡിൻ്റെ മാസത്തിലെ ആവറേജ് വ്യൂസ് എന്ന് പറയുന്നത് 28 മില്യൺ ആണ്. അതനുസരിച്ച് 84 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി, അതായത് മാസത്തിൽ 7 ലക്ഷം. ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ എന്താണ് അദ്ദേഹം ചെയ്തത്? ഓക്കെ, ഈ പേപ്പേഴ്സ് എടുത്തോ, ഈ ബുക്കും എടുക്കുക. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം യു. എന്താണ് അവിടെ നടന്നത്? ആരാണ് ആ വ്യക്തി? hey, what's up guys? I'm Salih and today we unboxing this. This is the new generation Dell wireless keyboard. So just unbox it. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതെ, ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇംഗ്ലീഷിലായിരുന്നു അദ്ദേഹം വീഡിയോകൾ ചെയ്തു തുടങ്ങിയിരുന്നത്. കാരണം ഇംഗ്ലീഷ് എന്നതൊരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അതിൽ കൂടുതൽ വ്യൂസ് കിട്ടും എന്നതായിരുന്നു അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് താൻ വന്നുപെട്ടത് വമ്പൻ തിമിംഗലങ്ങൾ വായുന്ന ഒരു മഹാസമുദ്രത്തിലാണെന്ന്. അങ്ങനെ അദ്ദേഹം അവിടുത്തെ വളർച്ച ഭയങ്കര പ്രയാസകരമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നും മലയാളം ചാനലിലേക്ക് കാലെടുത്തു വെക്കുകയാണ് ഉണ്ടായത്. മലയാളത്തിൽ വീഡിയോകൾ ചെയ്തു തുടങ്ങിയ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. അൺബോക്സിംഗ് എന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ പരമായ വീഡിയോകളും തൻ്റെ ചാനലിൽ അദ്ദേഹം ഉൾപ്പെടുത്തി തുടങ്ങി. എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാമെന്ന്, അതായത് ഒരു സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് 2 ക്യാമറ ഒന്നും വേണ്ട, ഒരു ക്യാമറയുള്ള ഫോണായാലും എങ്ങനെ നിങ്ങൾക്ക് അതിൽ നല്ല അങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ 55ാമത്തെ വീഡിയോ 1 മില്യൺ വ്യൂസോടുകൂടി വൈറലായി മാറുന്നത്. ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഒരു പൊട്ടിയ ഫോണും ഒരു ഗോൾഗേറ്റും ഇങ്ങനെ വെച്ച് നിൽക്കണത്. അപ്പോൾ നമ്മൾ പലരും തുറന്നു നോക്കുമ്പം അത് വേറൊരു കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില വീഡിയോസിൽ അത് കാണിക്കും, പക്ഷെ എന്നാലും നമുക്കൊരു ഡൗട്ടായിരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെ ആണോ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഇതിനിടയിലെല്ലാം ഒരു വ്യക്തി പിറകിൽ ഒളിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം. പിറകിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം തെറ്റായിരിക്കാം, കാരണം തൻ്റെ ആദ്യ വീഡിയോയിൽ തന്നെ ഫേസുമായിട്ട് വരുന്നത് ഇവളാണ്. ഇവളുടെ പേരാണ് സാലിഹ. പിന്നീട് അങ്ങോട്ട് വീഡിയോകളിൽ സ്ഥിരമായിട്ട് ഇവളുടെ അപ്പിയറൻസ് നമുക്ക് കാണാം. അതിനൊരു കാരണമുണ്ട്. ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ ഇവളുള്ള വീഡിയോകൾക്ക് കൂടുതൽ അറ്റൻഷൻ ലഭിക്കുന്നതായി ഡ്യൂഡിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോകളിലും ഇവളെ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% ഡ്യൂഡിയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തമ്പനെയിലിൽ വരുന്നതും ഡ്യൂഡി തന്നെയാണ്. കഥ കുറെ മുന്നോട്ട് പോയല്ലോ. എത്ര മുന്നോട്ട്? ഒരുപാട് മുന്നോട്ട് പോയി. പബ്ജി മൊബൈൽ ഗ്ലോബൽ റിലീസോടുകൂടി ലോകത്ത് മൊബൈൽ ഗെയിമിങ്ങിൽ ഒരു വലിയ തരംഗം സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ കേരളത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ ഒരു സാധ്യതകൾ മനസ്സിലാക്കി കേരളത്തിൽ ഒരുപാട് വലിയ ഗെയിമിംഗ് ചാനലുകൾ ഉയർന്നു വന്നു. കാലത്തിനനുസരിച്ച് കൊണ്ട് തൻ്റെ ചാനലിൽ യഥേഷ്ടം മാറ്റങ്ങൾ വരുത്തുന്നതിൽ ഒരു പ്രത്യേകതരം കഴിവുള്ള ഡ്യൂഡി പിന്നെ കാത്തിരിക്കുമോ? താനും തൻ്റേതായ ശൈലിയിൽ യൂട്യൂബിൽ ഗെയിമിംഗ് വീഡിയോകൾ ഉൾപ്പെടുത്തി തുടങ്ങി. കൂടുതലായും പബ്ജി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും വിഷയം. വലിയ ഗെയിമിംഗ് സ്ട്രാറ്റജികളൊന്നും തന്നെ ഇല്ലാതെ ഫൺ എന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹത്തിന് ഗെയിമിങ്ങിലുണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അതുവഴി അദ്ദേഹം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെത്തുകയും ചെയ്തു. AK-യും 2 ബുള്ളറ്റ് ഉണ്ട്, വേണം ആർക്കെങ്കിലും? ചാനലിലെ വീഡിയോ കണ്ടൻറ്റുകളെ മാറ്റിമറിക്കുന്നതിൽ ഡ്യൂഡിക്ക് ഒരു പ്രത്യേകതരം കഴിവ് തന്നെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. റിയാക്ഷൻ വീഡിയോകൾ വൈറലായി തുടങ്ങുന്ന സീസണിൽ അദ്ദേഹം തൻ്റേതായ ശൈലിയിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും ചെയ്തു. അതും
അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായിച്ചു. ടുഡേ വി അൺബോക്സിംഗ് ദീസ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഇട്ട് തരാണ്. സോ നമ്മളെ പഴയ ഒരു ഹെൽപ്പറാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ബിഗ് ഷൗട്ട് ഔട്ട്. പിന്നീട് പ്രാങ്ക് വീഡിയോകൾ വൈറലാവുന്ന സമയത്ത് തൻ്റെ വീഡിയോകൾ എന്നും ട്രെൻഡിങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഇപ്പോൾ നമ്മുടെ മച്ചാൻ ഏത് കണ്ടൻറ്റുമായാണ് മുന്നോട്ട് പോകുന്നത് എന്നറിയാമോ? ഒരു തരം ഫാമിലി വ്ളോഗ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം ഫാമിലിയുമായി ബന്ധപ്പെട്ട് തന്നെ ലൈക്ക് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റിലേക്ക് മാറിയിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.